ജീവൻ ബാലയെ തിരിച്ച് ആ പഴയ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. പക്ഷേ വീട്ടിലെത്തിയ ബാല കൂടുതൽ വയലന്റ് ആവുകയാണ്. ജീവൻ ഉടനെ തന്നെ ബാലയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നു. ബാലയുടെ ശരീരത്തിൽ ഇതുപോലെ പ്രേതബാധ കൂടി എന്നുള്ള കാര്യം. ബാലയുടെ അച്ഛൻ ഉടനെ തന്നെ ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അയാൾ ഈ പ്രേതബാധകളെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ആളായിരുന്നു. അയാൾ ബാലയെ പരിശോധിക്കുന്നു. അതിനുശേഷം ജീവന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നു, ജീവൻ, ബാലയുടെ ശരീരത്തിൽ ഒരു ആത്മാവല്ല, രണ്ട് ആത്മാവാണുള്ളത്. അതിശയിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുടെ ശരീരത്തിലുള്ള ഈ രണ്ട് ആത്മാവിനും ഇതുവരെ അറിഞ്ഞുകൂടാ അവർ എങ്ങനെയാണ് മരിച്ചു പോയത് എന്ന്. അവർ എങ്ങനെയാണ് മരിച്ചു പോയതെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാലയുടെ ശരീരം വിട്ട് അവർ ചിലപ്പോൾ പോയേക്കും. ജീവൻ അനുപമയുടെയും റാഹേലിൻ്റെയും മരണം എങ്ങനെയാണ് നടന്നതെന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. ഈ കാര്യം തൻ്റെ മേലുദ്യോഗസ്ഥനായ സക്രിയ സാറിൻ്റെ അടുത്ത് ജീവൻ പറയുന്നു. ഈ സക്രിയ സാർ തന്നെയായിരുന്നു സൈക്കാട്രിസ്റ്റായ അരുൺ ഡോക്ടറിനെ ജീവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. അനുപമയുടെയും റാഹേലിൻ്റെയും മരണത്തിനെക്കുറിച്ച് ജീവൻ സക്രിയ സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ സക്രിയ പറയുന്നു, അവരുടെ ആത്മഹത്യാ കേസ് അന്വേഷിച്ചത് ഞാൻ തന്നെയാണ്. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന നിരാശയാണ് ഈ രണ്ടുപേരെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സക്രിയ ജീവന്റെ അടുത്ത് പറയുന്നു.